ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ല തെങ്ങില്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല. ഇനി തെങ്ങില്ലാത്ത വീടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അയൽവാസിൻ്റെ വീട്ടിൽ തെങ്ങിൻ്റെ ചോട്ടിൽ നമുക്ക് ആരോട് ചോദിക്കേണ്ടതൊന്നും ആവശ്യം വരില്ല. തെങ്ങിൻ്റെ ചോട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് ഈ ഒരു വേനൽക്കാലത്തൊക്കെ ആയതുകൊണ്ട് തന്നെ മൊച്ചിങ് ഇങ്ങനെ കൊഴിഞ്ഞ് കിടന്നിട്ടുണ്ടാവും. അപ്പോൾ ആ മൊച്ചിങ് ഒന്നും നിങ്ങൾ ഇനി നിസ്സാരാക്കി കളയരുത് കേട്ടോ. ഈ മൊച്ചിങ്ങ വെച്ചിട്ട് വീട്ടമ്മമാർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അങ്ങോട്ട് കാണുക. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും. വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തോളി കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഈ ഒരു സമയത്തൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തോളി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യത്തെ ടിപ്സ് പറയണത് എന്താ വെച്ചാൽ, നമ്മൾക്ക് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവില്ലേ ഗോതമ്പ് പൊടി. അപ്പോൾ ആ ഒരു ഗോതമ്പ് പൊടി ലേശം എടുക്കുക. ഒരു 2 കപ്പോളം ഗോതമ്പ് പൊടി എടുത്തിട്ട് അതിലേക്ക് ലേശം ഉപ്പും സാധാരണ നോർമലി വാട്ടർ ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു നോമ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന സമയത്തേക്ക് നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. പ്രത്യേകിച്ച് ഇനിയിപ്പം നോമ്പ് മാത്രമല്ല, ഇനി ചൂടുകാലമാണ്. നോമ്പ് കഴിഞ്ഞിട്ടും നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഈ ഒരു പൊടി നല്ലോണം കുഴച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് കുറച്ച് സമയം ഒരു ഇത്തിരി ഓയിലൊക്കെ പുരട്ടിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഇങ്ങോട്ട് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ എന്താ വെച്ചാൽ, മല്ലിച്ചപ്പ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. പക്ഷെ ഞാൻ ഇതിൻ്റെ അടുത്ത് മല്ലിച്ചപ്പ് ഉണ്ട്. ഇറച്ചിട്ടിയപ്പോൾ ഇറച്ചിക്ക് മല്ലിച്ചപ്പ് കൊണ്ടുവന്നപ്പോൾ അതുകൊണ്ടിട്ടാണ്. നിങ്ങൾ മല്ലിച്ചപ്പ് ഇല്ലെങ്കിൽ ഒഴിവാക്കിക്കോളി. എന്നാലും ഇത് നല്ല രസം ഉണ്ടാവും. പക്ഷേ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുക. മല്ലിച്ചപ്പും കരിവേപ്പിൻ്റെ ഇലയും കൂടി ആയാൽ പിന്നെ ഉഷാറായും ചെയ്തേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ്. പിന്നെ നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോംബായുള്ളിയാണ് കേട്ടോ വേണ്ടിയത്. ആ ഒരു ബോംബായുള്ളി എടുത്തുകാണ്ട് ചെറുതാക്കി ഒന്ന് അരിയും ചെയ്യുക. പിന്നെ നോക്കിയാണ് ഇതിലേക്ക് എന്താ വേണ്ടത് വെച്ചാൽ ചുവന്നൊരു മുളക് എടുത്തുക്കണേ. പക്ഷേ ഇത് പച്ചമുളക് പോത്തതാണ്. അത് വിചാരിച്ചാണ് നിങ്ങൾ ചുവന്ന മുളില്ല വിചാരിച്ചാണ് നിങ്ങൾ നമ്മളെ ഉണക്കൽ മുളക് ഉണ്ടല്ലോ, നമ്മൾ വറവിടുമ്പോൾ എടുക്കണം, ആ എടുക്കരുത് കേട്ടോ. നമ്മൾ സാധാരണ പച്ചമുളകാണ് എടുത്തോളി. ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഫ്രിഡ്ജിലോ അറിയിൽ വെച്ചാണ് കെട്ടി വെച്ചപ്പോഴേ എന്താണെന്നറിയില്ല, അതിപ്പോൾ 1-2 നല്ലോണം ചോന്നണം. അപ്പോൾ ചുവന്ന മുളക് നോക്കിയാണ്ട് എടുത്താണ്. നിങ്ങളടുത്ത് പച്ചമുളകായാലും അതും മതി. അപ്പോൾ ആ മുളക് ഞാൻ നല്ല മണം ഉണ്ടിട്ടോ, നല്ല എരു മണക്കേണ്ട ഈ മോള്. അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് ആവശ്യമില്ലാത്തവരാണെങ്കിൽ എരു കുറഞ്ഞൊരു പച്ചവെള്ളം എടുത്തോളി കേട്ടോ. പിന്നെ അതേമാതിരി ചെറിയൊരു കണ്ട ഇഞ്ചി കഷ്ണം എടുത്തിക്കണേ. ഒരു വെളുത്തുള്ളി 2-3 എടുത്ത് ചതിക്കും വെച്ചിക്കണേ. അത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഞാൻ അങ്ങേപ്പുറത്ത് ആദ്യം തന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് ഈ വെളുത്തുള്ളി തൊലിച്ചാന്ന് പറഞ്ഞത്. ഇഞ്ചി തോലിയരണ്ട അതൊക്കെ ഭയങ്കര പ്രയാസമാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഈ ഇമ്മാതിരി പണിയൊക്കെ എടുക്കുമ്പോൾ പ്രയാസമുള്ള പണി ആദ്യം തന്നെയാണ് ചെയ്തേക്കും. അപ്പം ഞാനത് ആദ്യം തന്നെ കുത്തി വെച്ചതിൻ്റെ ശേഷമാണ് ക്യാമറനെ പോയി എടുത്തോണ്ടെന്ന് കേട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇതാ നമ്മൾക്ക് ആയിക്കോളെ സാധനങ്ങളൊക്കെ കട്ട് ചെയ്യൽ കഴിഞ്ഞ് നല്ലൊരു മണപ്പം തന്നെ ഒരു ഹോട്ടൽ മണം വന്നു കേട്ടോ. ഇനി നോക്കിയാണ് ഞാനൊരു ചട്ടി വെച്ചിക്കാണ്ട് അതിക്കൊരു 3-4 സ്പൂണ് ഓയിൽ ഇറ്റിച്ചെടുത്തുക്കണേ. പിന്നെ അതിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇഞ്ചും വെളുത്തുള്ളിയും ചതുക്കി വെച്ചിന്. അത് ഞാൻ ആ വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഇട്ടെടുത്തുകാണ്ട് അതിങ്ങോട്ട് മൂക്കട്ടെട്ടാ. കുറച്ചൊന്നൊരു മൂത്ത് വരുന്ന നേരത്തെ നമുക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിന് ഉള്ളി ഉണ്ടല്ലോ, വലിയുള്ളി, അത് ആദ്യം ഇട്ട് കൊടുക്കുക. അപ്പോൾ തീ കുറയ്ക്കുക കൂട്ടാതൊക്കെ നിങ്ങളിഷ്ടം. പക്ഷേ നിങ്ങൾ ഈ ഉള്ളി കരിയാൻ നിൽക്കരുത്, അതേ പറയാനുള്ളൂ. ഇള്ളി എന്ന് പറഞ്ഞാൽ ഉള്ളിയും ഇഞ്ചും കരിയരുത്, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കൂട്ടി അരിഞ്ഞ് വെച്ചല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്ത് ആ മല്ലിച്ചപ്പ് ഒന്നും ഇങ്ങോട്ട് നീക്കിക്കാണ്ടേ വലിയുള്ളിനെ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ പച്ചളും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ചാടി വിചാരിച്ചാണ് കുഴപ്പമൊന്നുമില്ല. ഇനി ചാടാതെ നിൽക്കുകയാണെങ്കിൽ നിന്നോട്ടെ. ഏതായാലും ഞാനിപ്പോൾ എല്ലാവരും കൂടി ഇട്ട് കൊടുത്തിക്കണേ. മല്ലിച്ചപ്പിനെ മാത്രം ഇങ്ങോട്ട് മാറ്റി വെച്ചിക്കണേ. ഇനിയിപ്പോൾ എല്ലാവരും കൂടി നമുക്ക് നല്ലോണം എന്നിട്ട് ഇളക്കിക്കാണ്ട് ഒന്നിങ്ങോട്ട് പദം വരട്ടെട്ടാ. കുറച്ചൊരു പദം വന്ന് വരുമ്പോൾ തന്നെ നമുക്ക് ആ മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിക്കാണ്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ തന്നെ ഇത് ഉസാറായിക്കാണ്ട് കുഴഞ്ഞ് വരും. ഇനിയിപ്പോൾ ഉള്ളി കുറച്ച് വാട് ബിരിയാണിക്ക് വാടണ മാതിരി വാടൊന്നും വേണ്ടട്ടോ. നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു പച്ച ഉണ്ടല്ലോ, ആ വലിയുള്ളിൻ്റെ പച്ച അതൊന്ന് നീങ്ങിയാൽ മതി. എല്ലാം ഈ പച്ചക്കറിത്തൊക്കെ ആ പച്ച ഒന്ന് മാറിയാൽ മതി. എന്നാൽ തന്നെ നമുക്കിത് റെഡി ആയിരിക്കട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. ഇതെങ്ങനെ ഇളക്കുമ്പോൾ നമുക്കുണ്ടല്ലോ, നമ്മൾ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടി നമ്മൾ വണ്ടി പോകുമ്പോഴുള്ള നല്ലൊരു മണം. നമ്മൾ ചില യാത്രയൊക്കെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ചില ഹോട്ടലിൻ്റെ എടുത്തപ്പോൾ നല്ലൊരു മണം, അതേ ഒരു മണമാണ് ഇപ്പോൾ അടുക്കള ഒന്നായിട്ട് നിൽക്കുന്നത്. അതേ ടേസ്റ്റാണ് നമ്മൾ ഈ ഒരു പലഹാരത്തിനുണ്ടാകുക. പിന്നെയെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് ഈ അസുഖങ്ങളൊന്നും വരൂലേ ഇങ്ങനെ ഈ പച്ചക്കറി
മല്ലിച്ചപ്പ് അങ്ങനത്തെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആണെങ്കിൽ ഇത് ഒരുപാട് എണ്ണ കുടിച്ചിന പരിപാടി ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ഏതായാലും കണ്ടു നോക്കിയാണെങ്കിൽ ഞാൻ അതൊന്ന് മൂടി വെച്ചിക്കണേ. ഇനി നമുക്ക് ഒരു മിനിറ്റോളം നിന്ന് കഴിഞ്ഞാൽ തന്നെ മൂടി നമുക്ക് തുറക്കട്ടോ. അപ്പോൾ ഇതാ 1 മിനിറ്റ് ഒന്നും ആയിട്ടില്ല, കുറച്ച് നേരം നീണ്ട് മൂടി വെച്ചിക്കണേന്നേ ഉള്ളൂ ഇതാട്ടാ. അപ്പോൾ ഇതാ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കണം. പൊടികൾ എന്താണെന്ന് വെച്ചാൽ ഈ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, അതേമാതിരി തന്നെ മുളക് പൊടി ഒക്കെയാണ്. അതും ഒരു നുരുമ്പീച്ച ഇട്ട് കൊടുക്കണുള്ളൂ, ഒരുപാട് ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അപ്പം ഞാൻ ഒന്നും ഇങ്ങോട്ട് ഇളക്കിയതിന് ശേഷമാണ് ഞാൻ ആദ്യം തന്നെ ഇട്ട് കൊടുക്കണം. എന്താ വെച്ചാൽ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ. നിങ്ങളടുത്ത് പെരിഞ്ജീരകപ്പൊടി ഇല്ലെങ്കിൽ ഒഴിവാക്കി കളി വിചാരിച്ചാണ് പെരിഞ്ജീരകം കൊണ്ടുപോയിടണ്ട. പിന്നെ അതേമാതിരി തന്നെ നല്ല ജീരകപ്പൊടി ഇട്ടാൽ മതിയൊക്കെ ഒരു രസം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ കുറച്ച് ഗരം മസാലേൻ്റെ പൊടിയാണ്. ഗരം മസാലപ്പൊടി ലേശം ഇട്ട് കൊടുക്കുക. ഒക്കെ 1/4 ടേബിൾ സ്പൂണാണ്. അതേമാതിരി തന്നെ മഞ്ഞൾപ്പൊടിയും 1/4 ടേബിൾ സ്പൂണാണ്. മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണാണ്. പിന്നെ അതേമാതിരി തന്നെ മുളക് പൊടിയും ഒരു 1/2 ടേബിൾ സ്പൂണാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ ഇഞ്ചി, പച്ചമുളക് ഒക്കെ മുളക് നല്ല എരിവുണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുളക് കുറച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം എരിവാണെന്നുണ്ടെങ്കിൽ മുളക് പൊടി 1 സ്പൂൺ ഇട്ടോളി. കാരണം നമ്മൾ കട്ടൻ ചായൻ്റെ കൂടെ ആയാലും രാവിലത്തെ കടീൻ്റെ കൂടെ കായുമ്പോൾ ഇത് ഒരിത്തിരി എരിവുണ്ടാകുമ്പോൾ നല്ലൊരു രസമാണ്. പക്ഷെ നമ്മൾ ഋതുവിന് അധികം എരിവ് പറ്റൂല. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എരിവുള്ള കടി നല്ല ചായൻ്റെ കൂടെ. അപ്പോൾ ഞാൻ എരിവ് കുറച്ചതാണ് ഓക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളെ പെരയിൽ കുഞ്ഞു മക്കളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവ് കൂട്ടിക്കോളി കേട്ടോ. പിന്നെ ചിലവർക്കൊക്കെ പുണ്ണൊക്കെ ഉള്ളവർക്ക് വയറ്റിക്ക് എരിവ് ചെന്ന് കഴിഞ്ഞാൽ കാളും. അപ്പോൾ നിങ്ങൾ ആ ഒരു കടുപ്പം കാട്ടരുത്. അതുകൊണ്ട് എരിവ് പറ്റണോൽ മാത്രം എരിവ് എടുക്കുക. അല്ലാത്തവരൊക്കെ മുളകിൻ്റെ അളവും ഈ മുളക് പൊടിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചാൽ വേണ്ടിയിട്ടോ. അപ്പോൾ ഇത് ഞാൻ അതിൻ്റെ ആ പച്ചമണങ്ങളെ പൊടിയാളാ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം പിന്നെ ഞാൻ അതിലേക്ക് 1 കോഴിമുട്ട പൊട്ടിച്ച് കാണ്ട് എങ്ങനെ ഒടിച്ചു കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ ഒന്ന് സൈഡിലേക്ക് നീക്കി കാണ്ട് 1 മുട്ട ഞാൻ നടുവിലാണ്ട് പൊട്ടിച്ച് പാർന്നിട്ടുണ്ടോ. ഇതിന് പ്രത്യേകിച്ച് എണ്ണ ഒന്നും നിങ്ങൾ ഇറ്റിച്ചേണ്ട ആവശ്യമില്ല. അതൊന്നും ഇങ്ങനെ ചിക്കി ചകഞ്ഞ് കൊടുക്കുക. നല്ലോണം ഒന്ന് ചിക്കി ചകഞ്ഞ് കൊടുത്താൽ അത് റെഡിയായി. ഇത്ര പണിയുള്ളൂ മക്കളെ. അപ്പോൾ നമ്മളെ ഫില്ലിങ്ങും ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ഇതിൽ കാര്യമായിട്ട് പണിയൊന്നുമില്ല. നമ്മൾ ചെറുതായിട്ടൊരു ഇത്തിരി നേരത്തെ പണിയും കൂടി ഉള്ളൂ. എന്നാൽ നമുക്ക് അടിപൊളിയായിട്ടുള്ള പലഹാരം റെഡിയാവും ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് രാവിലെ ഇനിയിപ്പോൾ ചായക്ക് കടിയൊന്നുമില്ല, ഇനിയിപ്പോൾ കടി ഉണ്ടാക്കാൻ അരി വെള്ളത്തിട്ടിട്ടില്ല, രാത്രി അരച്ച് വെച്ച അരി മാവില്ല, പിന്നെ അതേമാതിരി അരിപ്പൊടി ഇല്ല എന്നൊക്കെ നിൽക്കുന്ന നേരത്തെ നമുക്ക് ഗോതമ്പ് പൊടി ആയാലും മൈദപ്പൊടി ആയാലും ആയിക്കൊണ്ട് എന്തുണ്ടാക്കണേ നല്ലൊരു കറി വേണമല്ലേ. അപ്പോൾ ആ കറിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാണ്ട് ഉണ്ടാക്കിയാൽ അസലായി. പിന്നെ വൈകുന്നേരമൊക്കെ നമ്മളെ കുട്ടികളെ സ്കൂളിൽ തരികയാണ്, നമ്മൾ പുതിയാപ്പിളാർ പണി അധികം തരികയാണ്. അപ്പോൾ ഐറ്റിങ്ങൾക്കൊക്കെ ഈ ചോറാണ് കൊടുക്കണതിനേക്കാളൊക്കെ നല്ലത്. ഇമ്മാതിരി കടിയൊക്കെ കിട്ടിയാൽ പിന്നെ ഒരു ഹോട്ടൽക്ക് ഒരു കാര്യം തന്നെ പോവില്ല. കുട്ടികളായാലും ഇനി അത് വേണമ്മ ഇത് വേണം വെച്ചെന്ന് കുട്ടികളും പറയില്ല. അത്രയ്ക്ക് രസമാണ് കാര്യം. അപ്പോൾ ആ വാട്ടലൊക്കെ കഴിഞ്ഞ് ഞാൻ പൊടി വന്നെടുത്ത് നോക്കുമ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല. ഏതായാലും ഞാനൊന്ന് മൂടി വെച്ചതേനി. എന്നിട്ട് നോക്കിയാണ് ഇതേ വലുപ്പത്തിൽ ഓരോ ബോൾസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പലഹാരം ഉണ്ടാക്കാം. ഇതിപ്പോൾ ഇത്രയൊന്നും വേണ്ട. അപ്പോൾ എന്താ വെച്ചാൽ നമുക്കിതിന് ഒരിത്തിരി പൊടി ഇട്ടുകാണ്ട് ഒന്നിങ്ങോട്ട് പരത്തിയിരിക്കണം. അപ്പോൾ ഒരുപാട് പൊടി ഇടണ്ട കേട്ടോ. ഞാൻ കൗണ്ടർ ടോപ്പ് മേലെ തന്നെയാണ് വെക്കണത്. കാരണം കൗണ്ടർ ടോപ്പ് അത്യാവശ്യം ഒന്നും ഇങ്ങോട്ട് തുടച്ച് നന്നാക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ ഇതാക്കാം. നിങ്ങളടുത്ത് പലകൊക്കെ പരത്തണ പല ഉണ്ടെങ്കിൽ എടുത്തോളി, ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ പരത്തണ സ്ഥലം വൃത്തിയാണ്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനൊന്ന് ഇങ്ങനെ പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ പരത്തി എടുക്കണം നേരത്തെ തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ ഇനിയിപ്പോൾ ഇത് പരത്തി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ഉണ്ടാക്കാതെ നിൽക്കണ്ട. ഇത് പരത്തുക എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പത്തിരി അരത്തണം അത്ര ഫ്രഷാക്കി പരത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെയാണ് ഞാൻ പരത്തി തന്നെ കൊഞ്ചുകൊണ്ടല്ലേ. സാധാരണ ഒരു 10 രൂപയല്ലല്ലോ കുറേ കയ്യും കാലും അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടും കൊണ്ടും ഒക്കെ അല്ലേ നിൽക്കണത്. അങ്ങനെയൊക്കെ പരത്തിയാൽ മതി. എന്നാലും ഉണ്ണിയാളെ നമ്മൾ ഇത് അടിപൊളിയാക്കി നമുക്ക് ഉണ്ടാക്കട്ടെ. നോക്കിയാണ് ഒരു ഭാഗം നീണ്ടുകൊണ്ടും ഒരു ഭാഗം കൂർത്തുകൊണ്ടും ഒരു ഭാഗം കുഞ്ചുകൊണ്ടൊക്കെ അല്ലേ. അതിനൊക്കെയാണ് നമ്മളെ പണി. ഇങ്ങനെ ഒരു സ്പാച്ചിൽ വെച്ച് കാണ്ടോ അതല്ലെങ്കിൽ ഒരു കത്തി വെച്ച് കാണ്ടൊക്കെ നോക്കിയാണെങ്കിൽ ഇതേമാതിരി ഇങ്ങോട്ട് കെട്ടി ഇതെടുത്താൽ മതി. ഇത്ര പണിയുള്ളൂ. വലിയ സംഭവം നല്ലതാ. എന്തോ നല്ല സ്ക്വയറായിട്ടുള്ളൊരിത് കിട്ടി. ഇനി വേണ്ട ഒരു പത്തിരി മാത്രം പരത്തിക്കാണ്ട് ഇങ്ങനെ വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ അപ്പോൾ ഇതൊരു വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരു കാണാനൊരു ചൊറുക്കൊക്കെ വേണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് ഇത്ര ഉഷാറാക്കിയാണ് വെട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ആ വെട്ടിയത് നിങ്ങൾ കളയണ്ട, കാക്കച്ചാക്കൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയും പരത്തേ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് വയ്ക്കുകയാണ് നമ്മൾ ആ ഫില്ലിങ് ഇവിടെ റെഡിയാക്കി വെച്ചില്ല. അതിക്ക് ഞാൻ ഇട്ട് കൊടുത്തത് എന്താ വെച്ചാൽ കുറച്ച് ബീഫാണ് കേട്ടോ. അപ്പോൾ ബീഫ് നിങ്ങൾക്കില്ല, ബീഫും ചിക്കനും നിങ്ങളെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ മുട്ടൻ്റെ ഫില്ലിങ് തന്നെ മതി മക്കളെ. എന്നാലും നല്ല രസമാണ്. പക്ഷേ എനിക്കിവിടെ
ബീഫ് കൊണ്ടുവന്നതുണ്ടേനി, ഞങ്ങൾ കൂട്ടീൻ്റെ ബാക്കിയാണ് കേട്ടോ, അല്ലാതെ അതിനു വേണ്ടി വെച്ചതൊന്നുമല്ല. അപ്പോൾ കൂട്ടീൻ്റെ ബാക്കി ഇവിടെ കുറച്ചുണ്ടായപ്പോൾ ഞാനത് ചെറുതാക്കി അങ്ങോട്ട് പിച്ചിക്കാണ്ട് ഇതീ കണ്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. കാരണം നല്ലൊരു രസമാണല്ലോ ബീഫൊക്കെ ഇടയ്ക്കൊരു കടി കിട്ടുമ്പോൾ. എന്നിട്ട് അതിന് ഒരു സ്പൂണോളം അളന്നിട്ടൊന്നുമില്ല, ഒരു സ്പാച്ചില കൊണ്ട് ഇങ്ങോട്ട് കോരിയെടുത്തിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ വെച്ചാണ് സൈഡിലൊക്കെ വെച്ചാണ് ഇതങ്ങനെ ഇതാക്കിയിട്ട്, പിന്നെ ഇപ്പോൾ ഇത് നല്ലൊരു ആ സൈഡൊക്കെ ഒരു ചൊർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ പെരയിൽ എല്ലാവരുടെ പെരയിലും ഉണ്ടാവുമല്ലോ ഫോർക്ക്, ആ ഫോർക്ക് വെച്ചുകാണ്ട് ഇങ്ങനെ അങ്ങോട്ട് അമർത്തി കൊടുത്തോളൂ കേട്ടോ. ഞങ്ങളടുത്ത് ഫോർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കൈയിൻ്റെ ആ ഒരു വിരലിൻ്റെ തുഞ്ചം കൊണ്ട് ഇങ്ങനെ അമർത്തിയാലും നല്ല രസം തന്നെയാണ്, കാരണം കാണാനൊക്കെ നല്ല ചൊർക്കുണ്ടാവും കേട്ടോ. ചെയ്യണം. അപ്പോൾ ഇതാ പൊരിച്ചാൽ വേണ്ടിയിട്ട് ഞാൻ ഒരു ചട്ടി വെച്ചിക്കണേ, പരന്നൊരു ചട്ടി വെച്ചോളി. എന്നാൽ നമുക്ക് ഒറ്റടിക്ക് 2 വട്ടം കൊണ്ട് ഇത്രയും എണ്ണാണ് പൊരിച്ചെടുക്കട്ടോ. കാരണം കുറച്ച് ഓയിൽ മതി കേട്ടോ, ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഇത് നമുക്ക് മുങ്ങിപ്പൊരിയണം അങ്ങനെയൊന്നുമില്ല കേട്ടോ, കുറച്ചൊന്നും ഇങ്ങോട്ട് മുങ്ങിയാൽ തന്നെ മതി. ഇതുകൊണ്ടാണ് ഈ കുറച്ച് ഓയിലല്ലേ ഞാൻ പാർന്നിട്ടുള്ളൂ, ഒരുപാട് പാർന്നിട്ടില്ലല്ലോ, ഒരുപാടിന് ആവശ്യമില്ല. ഈ ചട്ടിയിലൊന്നും ഇങ്ങോട്ട് പെരണ്ട് നിന്നാൽ മതി. നമ്മൾ ഈ ഒരു സാധനം മുങ്ങണമൊന്നുമില്ലല്ലോ, അപ്പോൾ ഒരുപാട് എണ്ണ ഒന്നും ഇല്ലെങ്കിൽ നമുക്കത് വലിയ ചിലവില്ലാതെ പൊരിച്ചെടുക്കുക. അപ്പോൾ ഇതാ തീ കുറക്കെ ഒന്നും വേണ്ട, നമ്മളെ ഫ്ലെയിം എത്രയിലാണോ നിൽക്കുന്നത് അതിലാണ്ട് നിന്നോട്ടെ. കാരണം ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തതാണ്, പുറം മാത്രമേ ഒന്ന് വേവാനുള്ളൂ, ആ ഒരു പത്തിരി വേവാനേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കാണ്ടാണ്ട് ഇട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് ഇത് അതേമാതിരിയാണ് ഒന്നാണ്ട് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ല, രണ്ടാമത്തെ ഭാഗം വേയാണ്ട് റെഡി ആവട്ടെ. കണ്ടില്ല എന്തൊരു സ്പീഡിലാണ് നമ്മളെ പരിപാടി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് മക്കളെ പറഞ്ഞങ്ങൾക്ക് മനസ്സിലാവും, ഞങ്ങൾ ഒറ്റ വട്ടം ഉണ്ടാക്കി തിന്നെങ്കിൽ മാത്രമേ ഇങ്ങ് മനസ്സിലാവുള്ളൂ. ഇനി ഞമ്മക്കിതൊരു പ്ലേറ്റിൽ കണ്ട് കോരിയെടുക്കട്ടോ, എന്ത് സിമ്പിളാണ്. ഇമ്മാതിരി ഒരു കടി ഞമ്മക്ക് ഹോട്ടലിൽ നിന്ന് കിട്ടണേ ചുരുങ്ങിയത് ഇപ്പോൾ ഒരു 12 റുപ്യെങ്കിലും കൊടുക്കണം, അല്ലാതെ നമുക്ക് കിട്ടൂല. അതിക്കൊരു 1/2 ഗ്ലാസ് ചായയും കൂടി ആകുമ്പോൾ എന്തൊരു വില. അത് നമ്മൾ അതിനേക്കാളൊക്കെ നല്ലത് നമ്മളെ കുട്ടികൾ ഒരു 3-4 കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളതൊന്നും ചെയ്യാതെ ബേക്കറി ഒന്നും വാങ്ങിക്കൊണ്ടൊന്നും കൊടുക്കാതെ ഇതേമാതിരി ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റാണ്, ഒരുപാട് പൈസക്കും ലാഭമാണ്. പിന്നെ ഇങ്ങനെ അടച്ചുടിച്ച് കിടന്നുകാണ്ട് ഫോണൊക്കെ ഇങ്ങനെ മറിച്ച് കളിച്ചതിനേക്കാളും നല്ലത് ആവശ്യത്തിന് ഫോണൊക്കെ കാണുക, എന്നിട്ട് നമ്മളെ മക്കൾക്കും നമ്മൾ വ്യാപിളാർക്കൊക്കെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക. അതൊരു സുഖം തന്നെയല്ലേ, നമുക്കും മനസ്സ്രാഹത്താണ്, ഓൽക്കും തന്നെ അത് കിട്ടുമ്പോൾ നല്ലൊരു ഇഷ്ടമാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളോട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റ് ചോദിക്കുന്നുണ്ട്, എന്താണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ നല്ല അടിപൊളി പലഹാരം വേണം, നല്ല ടേസ്റ്റും വേണം. പിന്നെ പ്രത്യേകിച്ച് നമ്മളെ വീട്ടിലേക്ക് വിരുന്നേരൊക്കെ വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കടയിൽ നിന്ന് കൊണ്ടുവരാൻ ഒരുപാട് പൈസക്ക് ചിലവാണ്. അപ്പോൾ അതൊന്നും ഇല്ലാത്ത രീതിയിൽ കുറഞ്ഞ നമ്മളെ പേരൻ്റെ ഉള്ളിലെ ഉള്ളിയും തക്കാളിയും കോഴിമുട്ടയൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുന്ന വീഡിയോസ് എന്നെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഞാനിതന്നെ ഇതിപ്പോൾ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ, തക്കാളി ഇട്ടാൽ ചിലപ്പോൾ എന്താ പറയുക ഒരു നീരിങ്ങനെ ഒലിച്ചു, അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് അത്ര ഉഷാറായി കിട്ടൂല. പിന്നെ രസം കുറഞ്ഞു, തക്കാളി ഇട്ട് പോകരുത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് അപ്പം അങ്ങനത്തെ കൂട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മുറിച്ച് കാട്ടിത്തരാം മക്കളെ. ഇതൊക്കെയാണ് എന്തോ ഒരു മട്ടുണ്ട് കാണാൻ, നല്ല മട്ടുണ്ട്, ഇത് നല്ല രസമാണ്. ഇനി നോമ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ഒരു പലഹാരം ഗോതമ്പൊടിയും മുട്ടയും ഉള്ളിയൊക്കെയാണല്ലോ, നമ്മൾ ചിക്കനോ ബീഫോ ഒന്നും ചേർക്കാതെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പലഹാരമാണ്. നോമ്പിൻ്റെ മുമ്പ് തന്നെ, നോമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ ഒരു വട്ടങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ പരിപാടി, മെയിനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കേണ്ട കാരണം തന്നെ ഇതാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു ചൂടും വേനലും ഒക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മച്ചിങ്ങ വെച്ചിട്ട് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഇതിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും, 100% ഉറപ്പാണ്. അപ്പോൾ ഏതായാലും ഇതാ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു 3-4 മച്ചിങ്ങ തെങ്ങിൻ്റെ ചോട്ടിൽ നിന്ന് എടുത്ത് കൊടുത്തിട്ട് നല്ലോണം കഴുകിയിട്ട് അതിന് മുകൾ ഭാഗത്തുള്ള ആ ഒരു ചിപ്പിളി പോലുള്ള സംഭവം ഉണ്ടല്ലോ അതൊക്കെ കൈകൊണ്ട് അങ്ങോട്ട് തൊലിച്ചിട്ടതിന് ശേഷം കുരുമുളക് ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലുണ്ടാവും അല്ലേ. അപ്പോൾ ഇനി ഈ കുരുമുളക് ഇല്ലാത്തവർക്ക് കുരുമുളക് ഇല്ലാതെയും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുരുമുളക് എടുത്തിട്ട് എന്ത് ചെയ്യാം, കുറച്ചൊന്ന് ഉരച്ച് കൊടുത്തതിന് ശേഷം ഓരോ കുരുമുളക് ഒരു 4-5 കുരുമുളകിൻ്റെ മണി എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി പ്രസ്സിങ് ആണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലൊരു എന്തെങ്കിലും ഒരു സ്പൂണൊക്കെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ വിരൽ വേദനിക്കേണ്ട ഒന്നും ആവശ്യമില്ല. ആ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കുരുമുളക് പോയി എന്ന് കണ്ടാൽ പിന്നെ എന്ത് ചെയ്യുക, നമ്മളെ വീട്ടിൽ ഇനി അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അമ്മി എടുത്തോളൂ. അപ്പം ഞാനിപ്പോൾ ഇവിടെ അമ്മയൊന്നുമില്ല, അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇതാ അമ്മിക്കുട്ടിയും കുഴപ്പമാണ് കേട്ടോ. അമ്മിക്കുട്ടി മുമ്പ്
റാക്കുമെന്ന് കീപ്പിട്ട് വീണിട്ട് 2 കഷ്ണമായതാണ്. അപ്പോൾ ഇതിൻ്റെ ഇതുണ്ടാവും, ഉരലുണ്ടാവും, നമ്മൾ ഇഞ്ചി പച്ചമുളകൊക്കെ ചതക്കുന്ന ചെറിയ ഉരലുണ്ടാവും. അതൊന്ന് കഴുകിയിട്ട് കമിഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ ബേക്കിൽ വെച്ചിട്ട് ഒന്ന് ഒരുതിയാലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു അമ്മിക്കുട്ടി മുറിഞ്ഞതുകൊണ്ട് തന്നെ അതിൻ്റെ നടുഭാഗം നല്ല മൂർച്ചയാണ്. അപ്പോൾ ആ ഒരു മൂർച്ചയിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് ഒരുതി കൊടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നിങ്ങനെ വെള്ളത്തിലൊക്കെ മുക്കിയിട്ട് ഒരുതി കൊടുക്കുക. അപ്പോൾ നല്ലോണം ഇതിൻ്റെ ഒരു ഗോൾഡ് കളറിൽ ഈ ഒരു ഇതിൻ്റെ ആ ഒരു കായ ഉണ്ടല്ലോ, കായ ഇങ്ങനെ ക്രീം രൂപത്തിൽ ഇങ്ങനെ കിട്ടും. ഇത് കുറച്ച് മുമ്പ് ഏകദേശം ഒരു എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ഇത് എല്ലാവരുടെ വീട്ടിലും തിരുമണ അലക്ക് കല്ലുമ്മലൊക്കെ വിട്ടിട്ട് ഇങ്ങനെ ഒരുതിയത് അധികം ആളുകൾക്ക് ഓർമ്മ ഉണ്ടാവും. ഓർമ്മയുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതെന്താ വെച്ചാൽ മുമ്പൊക്കെ ചൂട് കാലത്ത് ചൂടുകുരൊക്കെ പൊങ്ങൂലേ. ഇപ്പോഴാണ് അതൊക്കെ കുറച്ച് കുറവ്, ചൂട് പൊന്തിയൊന്നും വല്ലാതൊന്നും മക്കളൊന്നും കാണാറില്ല. എന്നാലും ഇപ്പോഴും ചൂടുകുരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ കുറച്ചും കൂടെ കഴിഞ്ഞാൽ നല്ല ചൂട് വരും. ഇപ്പോൾ ഏകദേശം മാർച്ചൊക്കെ പകുതി ഒക്കെ ആയിട്ടുള്ളൂ, പകുതിയിലേറായിട്ടുണ്ട്. ഇനി ഏപ്രിൽ മെയ് ഇങ്ങനെ 2 മാസമൊക്കെ ആകുമ്പോഴേക്കും വലിയ വലിയ കുരുക്കൾ വരും. ചൂടുകുരു ചെറിയ ചൂടുകുരുവിനേക്കാളും നല്ലോണം വലിയ വലിയ കുരുക്കളൊക്കെ വന്നിട്ട് നമ്മൾ മക്കളായാലും നമ്മൾ ഇനിയിപ്പോൾ പ്രായമായ ആളുകൾക്കൊക്കെ വലിയ കുരൊക്കെ വന്നിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്ത് ഈ ഒരു മൊച്ചിങ്ങ നമ്മൾ കുരുമുളക് ഇടണ്ട കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് കുരുമുളക് ഇടേണ്ട ആവശ്യമില്ല. എന്ത് ചെയ്യുക, നല്ലോണം പ്രസ് ചെയ്തിട്ട് നല്ലോണം ഇങ്ങനെ ഉരക്കുക. മൊച്ചിങ്ങ എടുത്തോടുന്ന് കഴുകിയിട്ട് നല്ലോണം കുറച്ചൊന്ന് വെള്ളം കൂട്ടിയിട്ട് അലക്ക് കല്ലുമലോ അമ്മിമലോ എവിടെയെങ്കിലും വെച്ചിട്ട് നല്ലോണം വരുത്തിയിട്ട് ആ ഒരു ക്രീം എടുത്തിട്ട് നമ്മൾ ആ ഒരു കുരു ഉണ്ടല്ലോ, ചൂടുകുരു, അതിൻ്റെ ചുറ്റും വെച്ച് കൊടുത്താൽ നല്ല തണുപ്പ് ആ കുരുവിന് കിട്ടിയിട്ട് അതിനൊരു കണ്ണിങ്ങനെ വെച്ച് കുരു പെട്ടെന്ന് പൊട്ടിപ്പോവാൻ സഹായിക്കൂട്ടോ. അങ്ങനെ ആകുമ്പോൾ അതിനുള്ളിൽ പിന്നെ ഒന്നും ശേഷിക്കില്ല. നമ്മൾ ഗുളിക മരുന്നൊക്കെ കഴിച്ചിട്ട് ആകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ശേഷിക്കും. പിന്നെ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ചെന്നാൽ അത് പെട്ടെന്ന് കീറി കളയണം എന്നൊക്കെ പറയും. അപ്പോൾ ആ ചോരക്കുരു പോകാൻ പറ്റുന്ന ഒരു നല്ലൊരു മെഡിസിനാണ് കേട്ടോ ഈ ഒരു മൊച്ചിങ്ങ വെച്ചിട്ടുള്ള ഈ ഒരു ക്രീം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ് ചുമ, ജലദോഷം, കഫക്കെട്ട്, ഈ ഒരു ചൂടായതുകൊണ്ട് തന്നെ എപ്പോഴും തലവേദനയുടെ പ്രശ്നമുള്ള ആളുകൾക്കും, പിന്നെ അതുപോലെ തന്നെ ഈ നോമ്പൊക്കെ നോറ്റിട്ട് എപ്പോഴും കഫ ഇറങ്ങുന്ന പ്രശ്നമുള്ള ആളുകൾക്കും കഫക്കെട്ടുള്ള ആളുകൾക്കൊക്കെ എന്ത് ചെയ്യുക, 2-3-4 കുരുമുളകിൻ്റെ മണി ഈ ഒരു മൊച്ചിലിമൽ വെച്ചിട്ട് നല്ലോണം ഒന്ന്, നമ്മളെ നാട്ടിൽ ഇതിന് മൊച്ചിങ്ങ എന്നാട്ടോ പറയാം, ചില നാട്ടിൽ ഇതിന് മൊച്ചിൽ, അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയാറുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്കും കൂടെ ഒരു അറിവാണ്. പല നാട്ടിലും പല പേരിൽ അറിയപ്പെടുന്നത് കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണല്ലോ. അതുകൊണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഈ ഒരു ജലദോഷം, തുമ്മൽ, കഫക്കെട്ടൊക്കെ ഉള്ള ആളുകൾക്ക് ഈ ഒരു കുരുമുളക് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് ആ ഒരു ക്രീം നമ്മുടെ തൊണ്ടഭാഗത്തൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊക്കെ നല്ലൊരു ആശ്വാസം ഉണ്ടാവും. പിന്നുള്ള കാര്യം എന്താ വെച്ചാൽ മുമ്പൊക്കെ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ എൻ്റെ ഉമ്മ ചെയ്ത ഒരു കാര്യമാണ് കേട്ടോ. അങ്ങനെ ഒരു വിധ ഉമ്മമാരൊക്കെ ചെയ്തിട്ടുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ നമ്മളെ അനിയത്തിക്കൊക്കെ ഉമ്മ കാലുമേൽ കുട്ടിനെ വെച്ചിട്ട് എണ്ണൊക്കെ തേച്ച് കിടത്തിയാൽ ആകെ ഉമ്മക്ക് പറയാനുള്ള കാര്യമായിരിക്കും, വേഗം പോയിട്ട് തെങ്ങിൻ്റെ ചുവട്ടുന്ന മൊച്ചിങ്ങൊക്കെ പോയി പെറുക്കി കൊണ്ടാന്ന്. അങ്ങനെ ഞാനൊക്കെ ഓടിപ്പോയിട്ട് പെറുക്കി കൊണ്ടുവന്നിട്ട് അത് ആ ഒരു അലക്ക് കല്ലുമലൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് വെള്ളം കൂട്ടിയിട്ട് അതിൻ്റെ ക്രീം എടുക്കട്ടോ. 5-6 മൊച്ചിങ്ങൻ്റെ ഒക്കെ ക്രീം എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കി ഉമ്മാക്ക് കൊടുത്താൽ ഉമ്മ എന്താ ചെയ്യാറ്, കുട്ടീനെ കുളിപ്പിക്കുന്ന സമയത്ത് സോപ്പോ ഒന്നും എടുക്കില്ല, ആ മൊച്ചിങ്ങൻ്റെ ക്രീം വെച്ചിട്ടായിരുന്നു ഉമ്മ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് നമ്മളെ വീട്ടിലെ കുട്ടികൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന പ്രശ്നമോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നു. നല്ലൊരു സന്തോഷമുള്ളൊരു കാലമായിരുന്നു. അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇതുപോലുള്ള നാച്ചുറലായിട്ടുള്ള മെഡിസിനൊക്കെ ഉപയോഗിച്ചാണ് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ചെയ്തത്, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഇപ്പോഴും ഉണ്ട് ചില ഉമ്മമാരൊക്കെ കുട്ടികളങ്ങനെ മൊച്ചിങ്ങൊക്കെ തേച്ചിട്ട് കുളിപ്പിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ കുറച്ച് മൊച്ചിങ്ങൊക്കെ പുരട്ടിയിട്ട് കുട്ടികളെ കുളിപ്പിക്കട്ടോ. വെളിച്ചെണ്ണ തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഈ മൊച്ചിങ്ങ നല്ലോണം ഈ ഒരു ക്രീം സ്പ്രെഡ് ചെയ്ത് കുട്ടികളെ തേച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് കെമിക്കലുള്ള സോപ്പൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളും
ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള നല്ലൊരു ഇതാണ് ഈ ഒരു മച്ചിങ്ങ. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ആരോഗ്യ ഗുണങ്ങളൊക്കെ. അതൊക്കെ ഇനി പറഞ്ഞിട്ട് സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു മച്ചിങ്ങ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയിപ്പോൾ ചൂടൊക്കെ വരികയാണ്, ചൂടുകുരൊക്കെ വരുമ്പോൾ നിങ്ങൾ ഒരു വട്ടങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. നിങ്ങൾ ഇതുവരെ അറിയാത്തൊരു കാര്യമാണെങ്കിൽ എന്തായാലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കിയാൽ ഇനി ഹോസ്പിറ്റലിലൊന്നും കൊണ്ടുപോകാതെ ഈ ഒരു മൊച്ചിങ്ങൻ്റെ ക്രീം നിങ്ങൾ ചൂടുകുരുള്ള ഭാഗത്തൊക്കെ ഒന്ന് പുരട്ടി വെച്ചാൽ പെട്ടെന്ന് തന്നെ ആ ഒരു ചൂടുകുരു നല്ലോണം കണ്ണൊക്കെ വെച്ച് അതിൻ്റെ ഉള്ളിലുള്ള രക്തം ചെലും ഒക്കെ ഒഴുകി പോയിട്ട് അവിടെ ഒരു കല പോലും ഇല്ലാതെ, ഇപ്പോൾ ഓപ്പറേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഒരു മുറിവിൻ്റെ അടയാളമൊക്കെ ഉണ്ടാവും, പക്ഷേ ഇതൊരു കല പോലും ഉണ്ടാവില്ല. ഒരു മുറി ഉണ്ടായി ഉണങ്ങി എന്നുള്ള ഒരു ഇതുമില്ലാതെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ടായിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെ അങ്ങനെ കുരുക്കെ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. എന്നിട്ട് അതിൻ്റെ മുഴുവനായിട്ടും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, ചുറ്റോട് ചുറ്റുന്നല്ല മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്ത ആളുകളൊക്കെ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരുപാട് ആളുകളിലേക്ക് നിങ്ങളിതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം ഈ ഒരു മച്ചിങ്ങിനെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ ഒരു ലൈക്കൊക്കെ തരും കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടൊക്കെ തരും. അപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു മെഡിസിന് നിങ്ങൾക്ക് ഇതിൽ യൂസ്ഫുൾ ആകുന്ന കാര്യം നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾ എന്തായാലും ആ ഒരു കോഴിമുട്ടയും ഒരൊറ്റ മുട്ടയെ അതിന് ഉപയോഗിച്ചിട്ടുള്ളൂ, കോഴിമുട്ടയും ഗോതമ്പൊടിയും വെച്ചിട്ടുള്ള ആ ഒരു അടിപൊളി പലഹാരം നിങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ മക്കൾക്കും നിങ്ങളെല്ലാവർക്കും ഒന്ന് കൊടുത്തു നോക്കൂ. അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഞാനിപ്പോൾ എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വാരിയിട്ടിൻ്റെ നെറ്റിയിൽ ഇങ്ങനെ പുരട്ടാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ. കുറച്ച് സമയം പറ്റി കിടക്കുമ്പോഴേക്കും ഇത് നല്ലോണം നമുക്ക് സുഖമാവും. മൈഗ്രൈൻ്റെ തലവേദനയൊക്കെ ഉള്ളവർക്ക് ഇത് ഒരുപാട് യൂസ്ഫുൾ ആവും.